ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. ശരിയാണോ? ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏതിലാണ്? ഏത് വർഷമാണ്? 1900 നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് അല്ലെ. 1900 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സൈന നെഹ്വാൾ. ആണോ? സൈന നെഹ്വാളിന് മുമ്പ് ആർക്ക് ലഭിച്ചു? കർണം മല്ലീശ്വരിക്ക് ലഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ആരാണ്? കർണം മല്ലീശ്വരിയാണ് ശരിയായ ഉത്തരം. 2000 കർണം മല്ലീശ്വരിക്ക് എന്ത് ലഭിച്ചു? ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിരുന്നു. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ശരിയല്ലേ? ശരിയാണ് അല്ലെ. വ്യക്തിഗത ഇനത്തില് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? അഭിനവ് ബിന്ദ്രയാണ് അല്ലെ. 2008 ബീജിംഗിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത്. ഇനി ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഓക്കെ, ശരിയാണോ? ശരിയാണ് അല്ലെ. ഇന്ത്യ ആദ്യമായിട്ട് സ്വർണം നേടിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അത് എവിടെ വെച്ച് നടന്നു? അത് ഏത് മത്സര ഇനമായിരുന്നു? ഹോക്കി ആയിരുന്നു അല്ലെ. ആംസ്റ്റർഡാമിൽ വെച്ച് നടന്നു. ഹോക്കി ഇനത്തിലാണ് ഇന്ത്യക്ക് എന്ത് ലഭിച്ചത്? ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് മാത്രമാണ്? ഓപ്ഷൻ 3ഉം 4ഉം മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി അല്ലെ. 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ പ്രസിഡന്റ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 1927 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നത്. വർഷം ഒന്ന് ഓർത്ത് വെക്കുക. 1927 രൂപീകരിക്കുന്നത് അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലെ. ദൊരാബ്ജി ടാറ്റയായിരുന്നു ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ചോദ്യം എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക്സിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. അപ്പൊ 1927 രൂപീകരിച്ചു, പഠിച്ചു വെക്കുക. ഓക്കെ, ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദൊരാബ്ജി ടാറ്റയായിരുന്നു. ആരായിരുന്നു? സോ ദൊരാബ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് CK ലക്ഷ്മണൻ. ശരിയല്ലേ? ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി CK ലക്ഷ്മണൻ ആണ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. ശരിയാണോ? ശരിയാണ്. ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. അടുത്തത് നോക്കൂ. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യത്തെ മലയാളി കായിക താരമാണ് PR ശ്രീജേഷ്. ശരിയാണോ? PR ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ കായിക താരം ആരാണ്? PR ശ്രീജേഷ് അല്ല. അദ്ദേഹത്തിന് മുൻപ് ആർക്ക് കിട്ടി? മാനുവൽ ഫെഡറിക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കായിക താരത്തിൽ ലഭിച്ചിരുന്നു അല്ലെ. ആർക്കായിരുന്നു? മാനുവൽ ഫെഡറിക്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ശരിയാണോ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത
സാജൻ പ്രകാശ് ആണോ? അല്ല, രണ്ടാമത്തെ നീന്തൽ താരമാണ് ആര്? സാജൻ പ്രകാശ്. ആദ്യത്തെ വ്യക്തി ആരാണ്? സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. ആരായിരുന്നു? സെബാസ്റ്റ്യൻ സേവ്യർ ആണ് ആദ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത നീന്തൽ താരം. രണ്ടാമത്തെ കായിക താരമാണ്, രണ്ടാമത്തെ നീന്തൽ താരമായിരുന്നു സാജൻ പ്രകാശ്. ആദ്യം പങ്കെടുത്തത് ആരായിരുന്നു? സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. നമ്മുടെ ഉത്തരം ഏത് മാത്രമാണ്? ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത്? 1ഉം 2ഉം മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അല്ലെ, ഒളിമ്പിക്സ് നടന്ന വർഷങ്ങളും അതിന്റെ വേദികളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അല്ലെ, ഏതാണ് ഇതിൽ ശരിയായ ജോഡി? വേഗം കണ്ടുപിടിച്ചോ, ഏതാണ് ശരിയായ ജോഡി? നമുക്ക് നോക്കാം. അല്ലെ, ഏതാണ് ഇതിൽ ശരിയായ ജോഡി? ഒരു ജോഡി മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. നോക്കിക്കോളൂ, ഏതാണ്? 2020 റിയോ ഡി ജനീറോയിലായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? 2020 റിയോ ഡി ജനീറോ ആണോ? തെറ്റാണ്. എവിടെയാണ്? ടോക്കിയോ ആണ്. അല്ലെ, ടോക്കിയോ ബ്രസീലാണ്, ടോക്കിയോയിലാണ്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സ് ശരിയല്ലേ? ശരിയാണ്. ഫ്രാൻസിലെ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് മത്സരം നടന്നത്. അടുത്തത് 2028 വേദി ബ്രിസ്ബേൺ ആണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. ഓസ്ട്രേലിയയിലാണ് 2028 ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നത്. ഒളിമ്പിക്സ് മത്സരത്തിന് വേദിയാകുന്നത് ഓസ്ട്രേലിയയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. 2032 ലോസ് ഏഞ്ചൽസ്. ശരിയാണോ? അതും തെറ്റാണ്. 2032 ബ്രിസ്ബേണിലാണ്, അമേരിക്കയിലെ ബ്രിസ്ബേൺ. ഓക്കെ, 2032 US-ലെ ബ്രിസ്ബേണിലാണ് ഈ പറയുന്ന ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത്. അപ്പോ ഇതിൽ ഏതാണ് ശരിയായ ജോഡി? ഏത് മാത്രാണ്? ആരൊക്കെയോ ഉത്തരം പറഞ്ഞു അല്ലെ? ശ്രീജ പറഞ്ഞു, സജിത്ത് പറഞ്ഞു, ഏഞ്ചല് പറഞ്ഞു, അതുപോലെ അജ്ന പോലും, എല്ലാവരും പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. വെൽ ഡൺ ഓൾ ഓഫ് യു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 2 മാത്രം. അല്ലെ, 2024 ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? പാരീസ് ആണ്. ബാക്കിയുള്ള തെറ്റായ ജോഡിന്റെ ഒക്കെ ശരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് പ്രകാരം പഠിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കുക. 2024 പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് തെറ്റായ വസ്തുതകൾ? വേഗം പറയൂ, ഏതൊക്കെയാണ് തെറ്റായ വസ്തുത? 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അല്ലേ? നോക്കൂ, ഏതാണ് ആപ്തവാക്യം? ഏതാണ്? എന്തായിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം? എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. ശരിയാണോ? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. ശരിയാണോ? ശരിയാണ്. അല്ലെ, ഉദ്ഘാടനം ചെയ്തത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. എന്താണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഏതാണ്? ചൈനയാണ്. ശരിയാണോ? 2024 ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈനയാണോ? അല്ല, തെറ്റാണ്. ഇനി ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ്? അതായത് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരായിരുന്നു? ചൈനയല്ല, USA ആയിരുന്നു. അതിനുശേഷമാണ് ചൈന വരുന്നത്. അതിനും ശേഷമാണ് ഇത് വരുന്നത്, ജപ്പാൻ. അല്ലേ? ഉറപ്പല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 7. അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണ്? തെറ്റായ വസ്തുതകൾ, ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈന എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
തെറ്റാണ്. ഏറ്റവും കൂടുതൽ ചൈനയല്ല, ഏറ്റവും കൂടുതൽ ഏതാണ്? US അല്ലേ നേടിയത് അല്ലെ? ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ആർക്കായിരുന്നു? US ആയിരുന്നു. ഓക്കെ അല്ലെ? US ആണ് കേട്ടോ മെഡൽ നേടിയത്, ചൈനയല്ല, US ആണ്. ഓക്കെ, നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് തെറ്റായത്. ചൈന കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക കേട്ടോ, അത് കഴിഞ്ഞിട്ടാണ് ജപ്പാൻ. ചൈനയും അമേരിക്കയും ഏകദേശം 40 ഗോൾഡ് മെഡലിന്റെ ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അടുത്ത നോക്കൂ, ശരിയായി ക്രമപ്പെടുത്തുക, ശരിയായി ജോഡി ചേർക്കുക. നീരജ് ചോപ്ര, മനു ഭാക്കർ, പിയാർ ശ്രീജേഷ്, അമൽ സെഹ്രാവത്. അതായത് കായിക താരങ്ങളും ഒളിമ്പ്യൻ താരങ്ങളും അവരുടെ മത്സര ഇനങ്ങളുമാണ് എ കോളത്തിലും ബി കോളത്തിലുമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യുക. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? നീരജ് ചോപ്ര ഏത് ഇനമാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ, നീരജ് ചോപ്ര ഏത് ഇനമാണ്? ഏതാണ്? ജാവലിൻ ത്രോ ആണ്. ജാവലിൻ ത്രോ അല്ലേ? ആണോ? ആണ് അല്ലേ? പിന്നെ അടുത്ത ആള് മനു ഭാക്കർ. മനു ഭാക്കർ ഏതാണ്? മനു ഭാക്കർ ഷൂട്ടിംഗ്, നീരജ് ചോപ്ര ജാവലിൻ ത്രോ. ഇനി അടുത്തത് പിയാർ ശ്രീജേഷ് ഹോക്കി. അമൽ സെഹ്രാവത് ഏതാണ്? പുരുഷ ഗുസ്തി താരമാണ് അമൽ സെഹ്രാവത്ത്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അതായത് ഇവിടെ നമ്മുടെ എ കോളത്തില് കായിക താരങ്ങൾ, ഒളിമ്പ്യൻ താരങ്ങളും ബി കോളത്തിൽ അവർ പങ്കെടുത്ത മത്സര ഇനങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നീരജ് ചോപ്ര അദ്ദേഹത്തിന്റെ മത്സര ഇനം ജാവലിൻ ത്രോ ആണ്, ശരിയാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് ആണ്. പിയാർ ശ്രീജേഷ് ഹോക്കി ആണ്. അമൽ സെഹ്രാവത് പുരുഷ ഗുസ്തി ഇനത്തിൽ മത്സരിച്ച ഒളിമ്പ്യൻ താരമാണ്. ആര്? അമൽ സെഹ്രാവത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ വ്യക്തികളും അവരുടെ കായിക ഇനങ്ങളും അല്ലെങ്കിൽ പോയിന്റ് നിലയോ എന്താണെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സൂചനകൾ നിരീക്ഷിച്ച് അതിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുക്കുക. അല്ലെ? സൂചനകളുടെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക. അതായത് എന്തുമായി ബന്ധപ്പെട്ടതാണോ അത് തിരഞ്ഞെടുക്കുക. അല്ലെ? നോക്കൂ, ക്ലൂകളാണ്, അതായത് സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം, അതുപോലെ ഹെർമൻ ഗുണ്ടർ പ്രസിദ്ധീകരിച്ചു. ഹെർമാൻ എന്നില്ല, ഹെർമൻ ഗുണ്ടർട്ട് എന്നേ ഉള്ളൂ, ആൻ എന്നില്ല. ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ക്രിസ്തുമത ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയ പത്രമാണ്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും ആരംഭിച്ചു. ഏതാണ് ആ പത്രം? ഏത് ഭാഷാ പത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണിത്? ഓപ്ഷൻ എ ആണ്. രാജ്യ സമാചാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രല്ല ഹെർമൻ ഗുണ്ടർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അല്ലെ? 42 ലക്കങ്ങളായിട്ടായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചത്. അല്ലെ? രണ്ടാമത്തെ മലയാള പത്രം ഏതായിരുന്നു? ആദ്യത്തെയാണ് രാജ്യസമാചാരം, രണ്ടാമത്തെ പശ്ചിമോദയമാണ്. ഓക്കെ, പശ്ചിമോദയം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജ്ഞാന നിക്ഷേപത്തിന്റെ സവിശേഷതകൾ തിരിച്ചറിയുക. ജ്ഞാന നിക്ഷേപത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് വേഗം പറഞ്ഞോളൂ. ഏതാണ്? മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാഗസീൻ ആണ് ജ്ഞാന നിക്ഷേപം. ശരിയല്ലേ? ശരിയാണ്. തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണിത്. ശരിയോ? ശരിയാണ്. മൂന്നാമത്തെ മലയാള പത്രമാണ്. ശരിയാണോ? ശരിയാണ്. പൊല്ലേരി കുഞ്ചു എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാസികയാണ് അല്ലെങ്കിൽ പത്രമാണ് ഇത്? ഈ ഒരു ജ്ഞാന നിക്ഷേപം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജ്ഞാന നിക്ഷേപവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാഗസിൻ ആണ്, തിരുവിതാംകൂറിലാണ്. മൂന്നാമത്തെ മലയാള പത്രമാണ്, പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവൽ ആസ്പദമാക്കിയതാണ്. എല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? അത് മാത്രല്ല, ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ അച്ചുകൂടും ഉപയോഗിച്ചിട്ട്
ഈ അച്ചില്ലേ, അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം അല്ലെങ്കിൽ ആദ്യത്തെ മാസിക കൂടിയാണ് ഇത്. ഏത്? ജ്ഞാന നിക്ഷേപം. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ചോദ്യം, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? തീയരുടെ ബൈബിൾ. വെസ്റ്റേൺ സ്റ്റാർ ആണോ, മിതവാദി, മലയാളി, വിവേകോദയം? ഇതിലേതാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ഏതാണ് തീയരുടെ ബൈബിൾ? സജിത്ത് ഓപ്ഷൻ ബി ആണ് പറഞ്ഞത്. ശരി ഉത്തരമാണ് ഓപ്ഷൻ ബി ആണ്. മിതവാദിയാണ് തീയരുടെ ബൈബിൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നസ്രാണി ദീപികയിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തികളാണ് കേരള. ഏതൊക്കെയാണ് വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, KC കേശവൻ പിള്ള. ആരാണ് നസ്രാണി ദീപികയിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇവരെല്ലാവരും. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, KC കേശവപിള്ള, ഇവരെല്ലാവരും നസ്രാണി ദീപികയിൽ അവര് ലേഖനങ്ങൾ എഴുതിയ വ്യക്തികളാണ്. ഇവരെല്ലാവരും എന്താണ്? ശരിയാണ്. 1887 കോട്ടയത്തെ മന്നത്ത് നിന്നുമാണ് ഈ ഒരു പ്രസിദ്ധീകരണം നസ്രാണി ദീപിക ആരംഭിച്ചത്. ഇതൊരു പക്ഷെ ദിനപത്രമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് 1927 ശേഷമാണ്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തെ സംബന്ധിച്ച ശരിയായ വസ്തുത വിലയിരുത്തുക. അല്ലെ, സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ശരിയായത് ഏതാന്ന് മാത്രം ഒന്ന് വേഗം കണ്ടുപിടിച്ചോളൂ. ഏതാണ്? 1905 ജനുവരി 19 വഖഫ് മൗലവി ആരംഭിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. ആദ്യ പത്രാധിപർ CP ഗോവിന്ദ പിള്ളയാണ്. ശരിയല്ലേ? ശരിയാണ്. 1906 1910 കാലഘട്ടത്തിൽ രാമകൃഷ്ണ പിള്ളയാണ് ഇതിന്റെ പത്രാധിപരായിരുന്നത്. ശരിയല്ലേ? ശരിയാണ്. അടുത്ത നോക്കൂ, സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ശരിയാണോ? തെറ്റാണ്. C രാജഗോപാലാചാരിയാണ്. CP രാമസ്വാമി അയ്യർ അല്ല, C രാജഗോപാലാചാരി. അദ്ദേഹമാണ് ഈ ഒരു പത്രത്തെ കണ്ടുകെട്ടാൻ തീരുമാനിച്ച വ്യക്തി. സജിത്ത് ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ ഏതാണല്ലോ തെറ്റായി? ഇതിലേതാണ് ശരിയായ വസ്തുത? 1, 2, 3 ശരിയായ വസ്തുത. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അല്ലെ, അതിന് വേഗം ശരിയായ ജോഡി തിരഞ്ഞെടുത്തോളൂ. എങ്ങനെയാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുന്നത്? പത്രാധിപരും അതുമായി ബന്ധപ്പെട്ട പത്രങ്ങളും പത്രാധിപരും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതാണ് ശരിയായ ജോഡി? കേരള കൗമുദി CP കുഞ്ഞിരാമൻ. ശരിയല്ലേ? ശരിയാണ്. സഹോദരൻ K അയ്യപ്പൻ. ശരിയല്ലേ? ശരിയാണ്. ഭാഷാഭൂഷണി MK പിള്ളയുടേതാണ്. ശരിയാണോ? ഭാഷാഭൂഷണി ആരുടേതാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടേതാണ്. ശരിയല്ല, തെറ്റാണ്. അടുത്തത് അൽ അമീൻ വക്കം മൗലവിയാണ്. തെറ്റാണ്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ആണ് അൽ അമീന്റെ സ്ഥാപകൻ. ഉത്തരം 1ഉം 2ഉം മാത്രമാണ് ശരി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതിലേക്ക് ഉത്തരം പറഞ്ഞു അല്ലെ സജിത്ത്, അതുപോലെ ശ്രീജ, ഏഞ്ചൽ, എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതയാണ്. ശ്രദ്ധിച്ചോളൂ. പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻ പിള്ള. ശരിയല്ലേ? ശരിയാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അടുത്ത പ്രസ്താവന, എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ. ശരിയാണ്. 1995 ബാലാമണിയമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അല്ലെ? ഇനി സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. ശരിയല്ലേ? ശരിയാണ്.
2024 പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. തെറ്റാണ്. ആർക്കാണ്? NS മാധവനാണ്. SK വസന്തൻ അല്ല, NS മാധവനാണ് 2024 പുരസ്കാരം ലഭിച്ചത്. SK വസന്തന് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഡി ആണ് തെറ്റായത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.